ജി ടി ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്തത് ജി ടി ഒരു കിടിലൻ ബൗളിംഗ് ടീമായിട്ടും RCB ഒരു നല്ലൊരു ബാറ്റിംഗ് ടീമായിട്ടുമാണ്. രണ്ടിലും ജി ടിക്ക് ബാറ്റിംഗിൽ കുറവുകളൊന്നുമില്ല, അവർക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു 3-4 പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ RCBക്ക് ബൗളിംഗിൽ കുറവൊന്നുമില്ല, നന്നായിട്ട് ബോൾ എറിയാൻ പറ്റുന്ന ഒരു 3-4 ബൗളേഴ്സും ഉണ്ട്. അങ്ങനെയാണ് രണ്ട് ടീമിനെയും കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ച് അവരുടെ ആ ഒരു പാരമ്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, കാരണം ഫൈനലിലേക്ക് ഒരുപാട് തവണ എത്തിയിട്ടുള്ളതാണ് RCB, പക്ഷേ ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ജയിച്ചതുകൊണ്ട് തന്നെ ഒരു മുന്നത്തെ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ ജയിക്കാറുണ്ട്. അടുത്തടുത്തുള്ള സീസണിൽ ആ ഒരു ടീം ജയിക്കാറുണ്ട്. കാരണം അതേ ടീമിനെയാണ് അവർ ഇറക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത അതേ ടീമിനെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു വിന്നിംഗ് ചാൻസ് കൂടുതൽ ഇന്ന് RCBക്കാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരായിരിക്കും ഇന്ന് കപ്പ് തൂക്കാമെന്ന്? GT ആണോ RCB ആണോ? എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ കൂടുതൽ സാധ്യത RCBക്കാണ്. ഇനി എന്തെങ്കിലും ഒരു വണ്ടർ സംഭവിച്ചാൽ GT കപ്പെടുക്കാം. പക്ഷേ മെയിൻ ഞാൻ കൂടുതൽ എൻ്റെ ഒരു ഇത് കൊടുക്കുന്നത് RCB കപ്പെടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക.